നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ CMRL നിന്നും KSIDCയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ പരിശോധന തുടർന്ന് അന്വേഷണ സംഘം. ഇന്നലെയാണ് KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIO സംഘം പരിശോധന നടത്തിയത്. CMRLൽ 2 ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം KSIDCയിൽ എത്തിയത്. എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കുവാനോ നിർദ്ദേശിച്ച വീണ വിജയന് ഉടൻ തന്നെ നോട്ടീസ് നൽകിയേക്കും. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട KSIDC ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്ക് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉടൻ മറുപടിയും നൽകണം. എന്തിന് ഭയക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം അന്വേഷണങ്ങൾക്ക് ഭയമെന്നായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി KSIDC ഓഫീസിൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന. 3.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചു. ഈ സാഹചര്യത്തിലാണ് 4 അംഗ സംഘം മാത്രം പരിശോധനയ്ക്ക് എത്തിയത്. CMRLൽ നിന്നും പിടിച്ചെടുത്ത രേഖകളും മൊഴികളും സംഘം വിലയിരുത്തുകയാണ്. ഇതിനുശേഷം എക്സാലോജിക്കിലേക്ക് അന്വേഷണം നീളും. അന്വേഷണം ചോദ്യം ചെയ്ത KSIDC നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചതിന് 1 മണിക്കൂർ മുമ്പായിരുന്നു പരിശോധന. സ്റ്റേ ആവശ്യം കോടതി അനുവദിച്ചതുമില്ല. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് എന്താണ് ഒളിച്ചുവെക്കാനുള്ളത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഫലത്തിൽ ഇനി ഈ കേസിനെതിരെ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിനെതിരെ ഇനി ആർക്കും തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാകില്ല എന്നാണ് വസ്തുത. വീണ വിജയനെ ചോദ്യം ചെയ്താൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം നീളും. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സമരം ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കെയാണ് തലേന്ന് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDCയിൽ കേന്ദ്ര അന്വേഷണ സംഘം എത്തിയത്. SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വെള്ളിയാഴ്ച ചേർന്ന KSIDC ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. പരിശോധനയ്ക്ക് എത്തുമെന്ന ഇതിനു മുന്നോടിയായി വാർഷിക കണക്കുകൾ ഇമെയിലിൽ അയച്ചു നൽകണമെന്നും SFIO ചൊവ്വാഴ്ച KSIDCയോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതിയിൽ CS വൈദ്യനാഥ് തന്നെ ഹാജരായി. എന്നിട്ടും പരിശോധനയ്ക്ക് സ്റ്റേ നൽകിയതുമില്ല. CMRL, എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയ്ക്കൊപ്പം KSIDCക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം, SFIO അന്വേഷണം എന്നിവയ്ക്കുള്ള ഉത്തരവുകൾ, രേഖകൾ ഹാജരാക്കാനുള്ള നോട്ടീസ് എന്നിവ നിയമവിരുദ്ധമായാണെന്നും റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇതാണ് തള്ളുന്നത്. കമ്പനി നിയമം 210 വകുപ്പ് പ്രകാരം പൊതുതാൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നിയമത്തിന്റെ 212 വകുപ്പ് പ്രകാരം SFIO അന്വേഷണവും ആരംഭിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ലഭിച്ചില്ല എന്നും KSIDC പറഞ്ഞിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഉടനെ തന്നെ SFIO നോട്ടീസ് നൽകുമെന്ന കാര്യത്തിൽ ഏകദേശ വ്യക്തത ഇപ്പോൾ ഉറപ്പുവരികയാണ്.